നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷ മരവിപ്പിക്കണം എന്ന ഒന്നാം പ്രതി പൾസർ സുനിയുടെ ആവശ്യം കോടതി തള്ളി. ശിക്ഷ മരവിപ്പിക്കാൻ ഒരു കാരണവും ഉന്നയിക്കാൻ പ്രതിക്ക് സാധിച്ചിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി അപേക്ഷ തള്ളിയത്. വിശദമായ വാദം കേട്ട ശേഷമാണ് പൾസറിന്റെ അപേക്ഷ ഡിവിഷൻ ബെഞ്ച് തള്ളിയത്. നടിയെ ആക്രമിച്ച് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നാണ് പൾസർ ആവശ്യപ്പെട്ടത്. സെഷൻസ് ജഡ്ജിയുടെ വിധിന്യായത്തിൽ പ്രകടമായ എന്തെങ്കിലും അപാകതയോ നിയമവിരുദ്ധതയോ ചൂണ്ടിക്കാണിക്കാൻ ഹർജിക്കാരന് സാധിച്ചിട്ടില്ല. അതിനാൽ സെഷൻസ് ജഡ്ജിയുടെ കണ്ടെത്തലുകൾ ശിക്ഷ നടപ്പാക്കുന്നത് മരവിപ്പിക്കാൻ തക്കവണ്ണം അവിശ്വസനീയമോ യുക്തിരഹിതമോ ആണെന്ന് കരുതാൻ കോടതിക്ക് കഴിയില്ല. വിചാരണ കോടതി ചുമത്തിയ ശിക്ഷ മരവിപ്പിക്കാൻ തക്കതായ അസാധാരണമായോ മതിയായതോ ആയ കാരണങ്ങൾ ബോധിപ്പിക്കുന്നതിൽ ഹർജിക്കാരൻ പരാജയപ്പെട്ടു. അപേക്ഷ തള്ളിക്കൊണ്ട് കോടതി വ്യക്തമാക്കി, കേസിൽ ശിക്ഷ മരവിപ്പിക്കാൻ പൾസർ സുനി നിരന്തര ശ്രമമാണ് നടത്തുന്നത്. എന്നാൽ പ്രതിയുടെ ജാമ്യത്തിനുള്ള ആവശ്യത്തിനെതിരെ അതിജീവിത രംഗത്തുണ്ട്. ജാമ്യം അനുവദിച്ചാൽ നടി അതിക്രമത്തിൽ ഇരയാവുന്ന ദൃശ്യങ്ങൾ അടക്കം പുറത്തുവിടാൻ സാധ്യതയുണ്ടെന്നായിരുന്നു സർക്കാർ കോടതിയിൽ വാദിച്ചത്. ഹീനമായ കുറ്റകൃത്യമാണ് നടന്നതെന്നും ജാമ്യം അനുവദിക്കരുതെന്നും അതിജീവിതയും വാദിച്ചു. ദീർഘനാൾ ജയിൽവാസം അനുഭവിച്ചു എന്നതിന്റെ പേരിൽ ജാമ്യം അനുവദിക്കരുതെന്ന ആവശ്യമാണ് അതിജീവിത കോടതിയിൽ ഉന്നയിച്ചത്. വിചാരണ വേളയിൽ ഉൾപ്പെടെ കേസിൽ 8 വർഷത്തിലധികമായി ജയിലിലാണെന്നും അതിനാൽ ശിക്ഷ സസ്പെൻഡ് ചെയ്ത് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പൾസർ സുനിയുടെ വാദം. ദീർഘനാൾ ജയിൽവാസം അനുഭവിച്ചു എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ശിക്ഷ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം സുനി ഉന്നയിച്ചത്. എന്നാൽ സർക്കാർ ഇതിനെ എതിർത്തു. കേസിൽ പൾസറിന്റെ ശിക്ഷ വർദ്ധിപ്പിക്കണം എന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതിക്രമത്തിന് ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെടുക്കാനായിട്ടില്ല. ഇക്കാര്യത്തിൽ തുടരന്വേഷണം നടക്കുകയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. 2017 ഫെബ്രുവരി 17-നാണ് കേരളത്തെ പിടിച്ചുകുലുക്കിയ നടി ആക്രമണ കേസ് നടന്നത്. തൃശൂരിൽ നിന്നും എറണാകുളത്തേക്കുള്ള യാത്രാമധ്യേ രാത്രി നടി ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും ഈ ആക്രമണ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തപ്പെടുകയും ചെയ്തു. ഈ കേസിലെ ഗൂഢാലോചനയിൽ പ്രതി ചേർക്കപ്പെട്ട നടൻ ദിലീപ് മാസങ്ങൾ തന്നെ ജാമ്യമില്ലാതെ ജയിലിൽ കഴിഞ്ഞു. ഒടുവിൽ വിചാരണ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ദിലീപ് കുറ്റവിമുക്തനായത്. ഈ കേസിലാണ് പൾസർ സുനി അടക്കമുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു ജയിലിൽ തുടരുന്നത്.